ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗാട്ടോ. ഇന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് പായസമൊക്കെ കിട്ടി. നമ്മൾ അതൊക്കെ കൊണ്ട് വീട്ടിൽ വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് പോയിട്ടോ. നമ്മൾ ഫോറം മാളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ചിക്കിങ്ങിൽ നിന്നാട്ടോ ഫുഡ് വാങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദേ എൻ്റെ കണ്ണിൽ ഈ ട്രീ പെട്ടത്. നല്ല ഭംഗിയില്ലേ? അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. നമ്മളപ്പോൾ ഫുഡിന് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു ബുക്ക് നോക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ബുക്ക് നോക്കാനായിട്ട് നമ്മൾ പോയി. അവിടെ ചെന്ന് കുറേ ബുക്കൊക്കെ നോക്കി. പിന്നെ ദർശു അവിടെ ഫുള്ള് കളിയായിരുന്നു. പുള്ളി ഒരു ബുക്കിൽ ഒരു ബൗബുവിനെ കണ്ടു. അത് പറഞ്ഞു തരുവാട്ടോ അവിടെ ബൗബു ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ പുള്ളി അവിടെ നിന്ന് വരുന്നില്ല. അവിടെ ഒരു ചെയർ കണ്ടപ്പോൾ ആ ചെയറിൽ കയറി ഇരുന്നു. പിന്നെ നമ്മൾ ഫണ്ടിയൂരിലോട്ട് പോയിട്ടോ. അതും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറക്കിയത്. എന്നിട്ട് നമ്മളിവിടെ വന്നു. അവൻ കുറച്ച് ഗെയിംസിലൊക്കെ കയറി കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ. നമ്മൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ ചെന്നു. നമ്മുടെ വണ്ടി എടുത്തു. നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ നമുക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. നമ്മൾ ലുലുന്ന് നോക്കിയിട്ട് കിട്ടാഞ്ഞത് കൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത്. ഒരു ടീഷർട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ കടയിൽ നിന്ന് എടുത്തു. അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതേപോലെ തന്നെ അവൻ്റേതായിട്ടുള്ള കുരുത്തക്കേടുകൾ അവൻ ഇവിടെയും കാണിക്കാൻ തുടങ്ങി. പുള്ളി അങ്ങനെ ദർശൻ അന്നത്തെ ഡേ ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ ചെന്ന ഡ്രസ്സൊക്കെ ഫുൾ അലമ്പാക്കി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിൽ കയറി താഴത്ത് ഇറങ്ങി കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പ്രതിമയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് തോന്നിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളിന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞിട്ട് ചേട്ടനും വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട് കേട്ടോ. അവർ കേക്ക് കട്ട് ചെയ്യണത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണത് കണ്ടാലോ? അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എടുത്തു കേട്ടോ. ബിരിയാണി നമ്മൾ 2 ബിരിയാണിയാണ് വാങ്ങിയത്. ഒന്ന് ചിക്കൻ ബിരിയാണി, ഒന്ന് ഫിഷ് ബിരിയാണി ആട്ടോ എടുത്തത്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിക്കും കേട്ടോ. എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ വേറെ ആരെയും വിളിച്ചില്ല കേട്ടോ. നമ്മൾ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങും ജസ്റ്റ് ഫുഡ് കഴിക്കില്ല അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഇവിടുത്തെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, വല്യമ്മ, വല്യച്ഛൻ, ചേച്ചി, ചേട്ടന്മാർ, അങ്ങനെ അവർ നമ്മൾ കുറച്ച് പേര് മാത്രം വെച്ച് നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.